കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്നത് കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് ശുഭകരമായ രീതിയിൽ കാര്യങ്ങൾ വരുന്നു എന്ന സൂചനകളാണ്. ഒരുപക്ഷെ അവർക്ക് നാളെ ജാമ്യം കിട്ടിയേക്കാം. കന്യാസ്ത്രീകൾക്ക് വൈകാതെ ജാമ്യം ലഭിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ തന്ന ഉറപ്പും ഇന്നലെ തന്ന ആ കോൺഫിഡൻസോട് ഇപ്പോൾ പിതാവിനോട് അത് ഇൻഫോം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി 1-2 ദിവസത്തിൽ ഇത് ബെയിൽ ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ അതിന് ഒപ്പോസ് ചെയ്യില്ല, അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും തന്നിട്ടുണ്ട്. അത് ഇൻഫോം ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അത് ചെയ്തിട്ട് ഞാൻ തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള വഴി ഇതോടെ തെളിയുന്നു എന്ന സൂചനകൾ തന്നെയാണ്. അതായത് അമിത്ഷായെ ഇന്ന് കേരളത്തിൽ നിന്ന് MP-മാർ കണ്ടിരുന്നു. സർക്കാർ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയത്. നാളെ ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഇതിനിടെ UDF MP-മാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട വാർത്ത നേരത്തെ പറഞ്ഞിരുന്നു. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന BJPയുടെ ആരോപണത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനുദ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചകൾക്കൊടുവിൽ കന്യാസ്ത്രീകൾക്ക് ഏതാണ്ട് ആശ്വാസകരമായ കേരളത്തിൽ ഉടനീളം ഉണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? മനു, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരം ചില ഉറപ്പുകൾ കിട്ടി. നാളെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? രഞ്ജിത്ത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം, അമിത്ഷാ ഇവരോട് ട്രയൽ കോർട്ട്, അതായത് വിചാരണ കോടതി തന്നെ സമീപിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് ഇതിൽ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സർക്കാർ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ ഒരു ലക്ഷ്യവും വയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള ഘട്ടങ്ങളിൽ സർക്കാർ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണ് അമിത്ഷാ ഒരു വാക്കായി നൽകിയിരിക്കുന്നത്. ഇത് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് കേരളത്തിലെ MP-മാർ. ജോൺ ബ്രിട്ടോസും അതുപോലെ P. സന്തോഷ് കുമാറും ഈ കാര്യം വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അവർ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഈ വാഗ്ദാനത്തെ അങ്ങേയറ്റം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവരുടെ മോചനം വളരെ എളുപ്പത്തിൽ സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ്. സ്വാഭാവികമായും അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. അതേസമയം കേരളത്തിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നത തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ താൻ രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തെ കാണും എന്ന് പറയുന്നു. പക്ഷേ പല BJP പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ളവർ ഈ സംഭവത്തെ മറ്റൊരു തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഛത്തീസ്ഗഡ് പോലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുമ്പോൾ മറ്റൊരു നടപടിയാണ് ഉണ്ടാകുന്നത്. അതേസമയം അല്ലാത്ത കോൺഗ്രസും മറ്റുള്ളവരും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അറസ്റ്റുണ്ടാകുമ്പോൾ അതിന് ഇത്ര രാഷ്ട്രീയ പ്രാധാന്യം കിട്ടുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും സംസ്ഥാന BJP അധ്യക്ഷൻ താൻ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയുള്ള നിലപാടാണ് എന്ന് ഉറച്ച് പറയുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും മോചനത്തിന് വഴിതെളി എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയ ഒരു പ്രസ്താവന അത് വിവാദമായി. കാരണം കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത് TTE ആണെന്നാണ് ജോർജ് കുര്യൻ വിചിത്രവാദം ഉന്നയിച്ചത്. എന്റെ സുഹൃത്തെ, നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും, അറിയത്തില്ലേ? അങ്ങനെ പറ്റിയതാണ്. അതിന്റെ അകത്ത് കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരനാണോ? പേടിക്കണ്ട, കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലല്ല, അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പം രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്റെ സുഹൃത്ത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല, തിരിച്ചും ചോദിക്കാം. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ്. എവിടെയെങ്കിലും